നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്കയെക്കുറിച്ചാണ്. കടച്ചക്ക ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. കടച്ചക്ക ഉപ്പേരി വളരെയേറെ പ്രസിദ്ധമാർന്നതാണ്. വൈകുന്നേരങ്ങളിൽ കടച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ബജ്ജി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കടപ്ലാവ് വീട്ടിൽ നിന്നാൽ കടം വരും എന്നൊരു തെറ്റായ വിശ്വാസം ചിലർക്കെങ്കിലും ഉണ്ടാകും. കടൽ കടന്ന് വന്നതുകൊണ്ട് കടൽച്ചക്ക എന്നത് ലോപിച്ചതായിരിക്കും കടച്ചക്കയായി മാറിയത്. മൊറേസി ഫാമിലിയിൽ വരുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ആർട്ടിലിസ് എന്നതാണ്. ശാന്തസമുദ്ര ദ്വീപുകളാണ് ഇതിൻ്റെ ജന്മദേശമായി കണക്കാക്കുന്നത്. സംസ്കൃതത്തിൽ നാഗദമനി, ലഘുജ എന്നെല്ലാം ഇതിനെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏകദേശം 13 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഫലവൃക്ഷമാണിത്. ഇതിൻ്റെ ഇലകൾ വലുതും 55 സെൻറ്റിമീറ്ററോളം നീളത്തിലും 35 സെൻറ്റിമീറ്ററോളം വീതിയിലും കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ വാലുപോലെ വിഭജിച്ചതാണ്. ഇത് കടും പച്ച നിറത്തിൽ കാണപ്പെടുന്നു. കടപ്ലാവ് വർഷത്തിൽ 2 തവണ പൂക്കും. മാർച്ച്, ഏപ്രിൽ, സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഇതിൻ്റെ ശാഖകൾ ബലം കുറഞ്ഞതാണ്. ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ശാഖകൾ. തടിക്ക് കാതലില്ല. കൃഷിക്കായി ഉപയോഗിക്കുന്ന കടച്ചക്കയിൽ വിത്ത് അടങ്ങിയിട്ടില്ല. വന്യമായ കടച്ചക്കയിൽ വിത്ത് അടങ്ങിയിട്ടുണ്ട്. അന്നജമാണ് ഇതിൻ്റെ പ്രധാന ഘടകം. വൈറ്റമിൻ എ, സി, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ രാസവസ്തുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയും തണ്ടും മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കറ വരുന്നതാണ്. ഇതിൻ്റെ വേരിൽ നിന്നാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മരക്കറ, തൊലി, ഇല, ഫലം, വേര് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇതിൻ്റെ വേര് വാതസംബന്ധമായ അസുഖങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമായതാണ്. ഇതിൻ്റെ തൊലി തലവേദനയ്ക്ക് ഒരു പ്രതിവിധിയാണ്. ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടി ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് കടച്ചക്ക ഉത്തമമായ പങ്ക് വഹിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കടച്ചക്ക ഉത്തമമായ പങ്ക് വഹിക്കുന്നു. ആസ്മ രോഗികൾക്ക് കടച്ചക്ക പ്രിയപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ്. ഫലവർഗത്തിൽപ്പെടുന്ന കടച്ചക്ക ഒരു പച്ചക്കറിയായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. വിഷമുള്ള പച്ചക്കറികൾ വാങ്ങി രോഗം ക്ഷണിച്ചു വരുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന കടച്ചക്ക ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ കടച്ചക്ക വളരെ നല്ല പോഷകമായിട്ടുള്ളൊരു ഫലമാണ്. ഉപ്പേരി വെച്ചാലും കൂട്ടാൻ വെച്ചാലും മതി. പക്ഷേ അതിന് അത്ഭുതമായ ബലസിദ്ധിയുണ്ട്. അത് നല്ലോണം പോഷകമാണെന്ന് പറയാലും അത് ഈ ഗ്ലൂക്കോസിൻ്റെ ആഗിരണം കുറയ്ക്കും. മാത്രമല്ല ഇത് ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതാണ്. ഈ ലോ ഡെൻസിറ്റി ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും. അതുപോലെ തന്നെ ഈ നല്ല കൊളസ്ട്രോളിനെ കൂട്ടും ചെയ്യും. അങ്ങനൊരു ഗുണം. അതുകൊണ്ട് അത് കടച്ചക്ക ഒരു നല്ല സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് നമ്മുടെ. ഇതിന് ബലസിദ്ധിയില്ല. അത് ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാർക്ക് ഈ കടച്ചക്ക കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഈ ചില ഒറ്റമൂലിയായിട്ട് ഈ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല അരച്ചിട്ട് വേണമെങ്കിൽ തേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു കറയുണ്ട്. ഈ കറ നമ്മുടെ ഈ നടുവേദനയ്ക്ക് ആ എല്ലിൻ്റെ അവിടെ പരട്ടിയിട്ട് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും. പൊതുവെ ഈ എല്ലുകളുടെ ബലം കിട്ടാൻ, എല്ലുകൾക്ക് പൊട്ടലാണെങ്കിൽ അവിടെ ഇതിൻ്റെ കറ വെച്ചിട്ട് ബാൻഡേജ് ചെയ്യും. അപ്പോൾ എല്ലുകൾ പെട്ടെന്ന് കൂടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ തൊലി അരച്ച് മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ മാറും. ഇങ്ങനെയൊക്കെയാണ് ഈ കടച്ചക്കയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ.